അതെ അശ്വതി, ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. അത് കുംഭമേള, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കുംഭമേള അത് കേരളത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വലിയ തടസ്സവാദങ്ങളൊക്കെ തന്നെ ഈ ജനുവരി 18 തന്നെ നടത്തും എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളുമായി ഈ അരുൺ ആലത്തൂർ നമുക്കൊപ്പം ചേരും. അരുൺ, അതായത് മഹാമാഘ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ തിരുനാവായിൽ ഇന്ന് ആരംഭിക്കുകയാണ്. 18 മൗനി അമാവാസിക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാക്കും. തുടർന്ന് 19 ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയിരിക്കും കുംഭമേളയ്ക്ക് എത്തുക തുടങ്ങിയ വിവരങ്ങളുണ്ട്. എങ്ങനെയാണ് പരിപാടി നടക്കുക? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളക്ടർ ഇതിന് നിർമ്മാണ പ്രവർത്തിക്കുള്ള അനുമതി നൽകിയിരിക്കുന്നു. അതോടുകൂടി സർക്കാരിനൊരു തിരിച്ചടി കൂടിയാണ്. ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ. അതെ, പല സാമൂഹ്യ വിഷയങ്ങളിൽ അവരുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ ആ ഇടപെടലിന്റെ വിജയം തന്നെ ആയിരിക്കണം ഇത്തരൊരു തീരുമാനത്തിന് പിന്നിൽ. അനഘ, അതെ, അരുൺ ആലത്തൂർ, എന്തൊക്കെയാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തികൾ ജനുവരി 18 നമുക്ക് പൂർത്തിയാക്കാൻ, സംഘാടകർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് ഏറ്റവും അവസാനം ലഭിക്കുന്ന അപ്ഡേറ്റ്സ്? അനഘ, അശ്വതി, നിളാതീരം ഏതായാലും ഈ മഹാകുംഭമേളയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ കുംഭമേളയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ തുടങ്ങുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങൾ മൗനി അമാവാസ്യയായ 18 തീയതി വരെ നീണ്ടു നിൽക്കും. തുടർന്ന് 19 തീയതി കേരളത്തിൻ്റെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹമാണ് ഈ കുംഭമേളയ്ക്ക് കൊടി ഉയർത്തുക. ഏതായാലും നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുംഭമേളയോടനുബന്ധിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ തിരുനാവായിയിലെ നാവാമുകുന്ദൻ്റെ മണ്ണിൽ അമ്പലത്തിൻ്റെ ഭാഗത്താണെങ്കിലും തുടർന്ന് നിള നദിയുടെ ഭാഗങ്ങളിലാണെങ്കിലും ഒക്കെ നിരവധി പ്രവർത്തികൾ, പ്രത്യേകിച്ച് ഒരു താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ ഒരു മൺതിട്ട അതിൻ്റെ ഭാഗത്ത് മണൽത്തിട്ടയുടെ ഭാഗം അവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അതൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വലിയ തീവ്രമായിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടേയിരുന്നത്. പ്രത്യേകിച്ച് സ്നാനഘട്ടുകൾ ഒരുക്കുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ വിശ്വാസികൾക്ക് നിള ആരതി നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണെങ്കിലും ഒക്കെ അവിടെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും എത്തിക്കൊണ്ട് ഈ നിളാതീരത്തെ പ്രവർത്തികൾ തടയുന്ന സാഹചര്യം ഉണ്ടായത്, ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും ആ സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടുകൂടെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസി സമൂഹം, സന്യാസി വര്യന്മാരൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അതിന് ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഉച്ചയോടുകൂടെയാണ് മലപ്പുറം ജില്ലാ കളക്ടർ ഈ തിരുനാവായിയിലെ കുംഭമേളയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം പിന്നീട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ഈ പ്രവർത്തികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങുകൾ ഇന്നിപ്പോൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഇന്നിപ്പോൾ ആരംഭിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ നേരത്തെ നിർത്തിവെച്ചിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണമാണെങ്കിലും മറ്റ് പ്രവർത്തികളാണെങ്കിലും ഒക്കെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരും അതുപോലെ തന്നെ മറ്റ് വിശ്വാസി സമൂഹവും ഒക്കെ ഈ തിരുനാവായിയിലെ നാവാമുകുന്ദൻ്റെ മണ്ണിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഒഴുകിയെത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വിവിധ ഭാഗങ്ങളിലായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ പണം നൽകിയും മറ്റുമൊക്കെ സംഘാടകർ അത് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ വിവിധ പറമ്പുകൾ, ഇതൊക്കെ വരുന്ന വിശ്വാസികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ താൽക്കാലിക ശുചിമുറികൾ വിവിധ ഭാഗങ്ങളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങുകൾ എടുത്തു നോക്കുമ്പോൾ 19 തീയതി കൊടിയേറ്റം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഫെബ്രുവരി 3 വരെയാണ് ഈ കുംഭമേള നീണ്ടു നിൽക്കുക. ഈ സമയത്ത് എല്ലാ ദിവസവും അതിരാവിലെ ഈ നിള സ്നാനം ഉണ്ടായിരിക്കും. അതിനുശേഷം വൈകിട്ടോടുകൂടി നിള ആരതി ഉണ്ടായിരിക്കും. വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, അതുപോലെ തന്നെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ നിളയുടെ തീരത്ത് നടക്കും എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടാകും. ഏകദേശം 10,000-ലേറെ ആളുകൾക്ക് ദിവസവും അന്നദാനത്തിന് വേണ്ട ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏതായാലും ദ്രുതഗതിയിൽ തന്നെ ഈ നിള തീരത്ത് നിർമ്മാണ പ്രവർത്തികളും മറ്റുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ
ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യത്തെ കൂടി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ അഭിവൃദ്ധിക്കുമായിട്ട് പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദേവൻ യാഗം ചെയ്ത ഭൂമിയാണ് തിരുനാവായിലെ ഈ നിളാതീരം എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അതിവിശിഷ്ടമായ മാഘമാസത്തിലാണ് ഈ യാഗം അന്ന് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ യാഗസമയത്ത് ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ സമസ്ത പുണ്യതീർത്ഥങ്ങളും നിളാ നദിയിൽ സംഗമിച്ചു എന്നും അങ്ങനെ നിള ഭാരതപ്പുഴയായി മാറിയെന്നുമാണ് ഐതിഹ്യമുള്ളത്. അതുകൊണ്ട് തന്നെ സപ്തർഷികളും ദേവതകളും പങ്കെടുത്ത ഈ യാഗത്തിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും മാഘമാസത്തിൽ പുണ്യതീർത്ഥങ്ങളുടെ സാന്നിധ്യം ഈ നിളയിൽ ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് നമ്മൾ നിളയുടെ പേര് എങ്ങനെ ഭാരതപ്പുഴയായി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഭാരതപ്പുഴ എന്ന പേര് പോലും വന്നിട്ടുള്ളത് ഈ ഒരു ഐതിഹ്യത്തിൻ്റെ പിൻബലത്തിലാണ് എന്നുള്ളത് നമുക്കിത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും കാലക്രമേണ കേരളത്തിൻ്റെ ഹിന്ദു ധർമാചാര്യന്മാരെയും ചക്രവർത്തിമാരെയൊക്കെ വാഴിക്കുന്ന ചടങ്ങുകൾ ഈ മഹാമാഘമേളയുടെ ഭാഗമായി മാറി എന്നുള്ളതാണ്. പിൽക്കാലത്ത് ഇത് ബ്രിട്ടീഷുകാരുടെയൊക്കെ ഇടപെടലോടുകൂടി അവർ അതിനെ നിർത്തി, അല്ലെങ്കിൽ അതിനെ പിന്നീട് ഒരു 250 വർഷം മുൻപ് അത് പൂർണ്ണമായും നിലയ്ക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ 2016 മുതൽ തന്നെ ഈ തിരുനാവായിയിൽ നടത്തുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ചെറിയൊരു ചടങ്ങ് മാത്രമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴേതായാലും ഇത്തവണ മുതൽ ഇത് വിപുലമായിട്ട് തന്നെ അതിൻ്റെ ആ പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രൗഢിയിൽ തന്നെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഈ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും നിളയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഭാരതത്തിലെ പുണ്യതീർത്ഥങ്ങളും സംഗമിക്കുന്ന ഒരു വേള, അതാണ് മഹാമാഘ മഹോത്സവത്തിൻ്റെ ഈ സമയം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിളയിലെത്തി സ്നാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിലെ എല്ലാ പുണ്യതീർത്ഥങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ നിളയിൽ വന്ന് അവിടെ സ്നാനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിള ആരതിയിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ വിശ്വാസികളായ ആ സമൂഹം ധാരാളം നിളാതീരത്തേക്ക് അശ്വതി 100,000-ലധികം പേരാണ് ഈ കുംഭമേളയിൽ ഒരു ദിവസം എത്തുക എന്നാണ് സംഘാടകർ പറയുന്നത്. എന്തായാലും ഒരു ദക്ഷിണേന്ത്യയുടെ, ഒരു കേരളത്തിന്റെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ഉത്സവമായി കുംഭമേള മാറും എന്നുള്ളതാണ്. ജനുവരി 18-നാണ് കുംഭമേള നടക്കുക. എല്ലാ പ്രതിബന്ധങ്ങളെയും അതെല്ലാം തടസ്സങ്ങളും മാറ്റി നിർത്തി അതിഗംഭീരമായി കുംഭമേള കേരളത്തിന്റെ മണ്ണിൽ നടക്കും എന്നുള്ളതാണ്